ഇസ്രയേൽ സംഘർഷം 8ാം ദിനവും രൂക്ഷമായി തുടരുന്നു. ഇസ്രയേലിലെ 4 കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ഇസ്രയേലിന്റെ ഇന്റലിജൻസ് ആസ്ഥാനം ആക്രമിച്ചെന്നും ഇറാൻ അവകാശവാദം ഉന്നയിച്ചു. അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സായുധ സംഘർഷത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയാകുമെന്ന ആശങ്ക നിലനിൽക്കെ പരസ്പരം ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേലും ഇറാനും. ഇസ്രയേലിലെ 4 കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. ടെല്ലവീവിനോട് ചേർന്ന പ്രദേശങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇസ്രയേലി നഗരങ്ങളിൽ ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചെന്നും വിവരമുണ്ട്. ഇസ്രയേലിന്റെ മിലിറ്ററി ഇന്റലിജൻസ് ക്യാമ്പിന് നേരെ ആക്രമണം നടത്തിയെന്ന അവകാശവാദവും ഇറാൻ ഉന്നയിച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ കിഴക്കൻ ടെഹ്റാനിൽ വൻ നാശനഷ്ടം സംഭവിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. അതേസമയം സംഘർഷത്തിൽ അമേരിക്ക ഇടപെടണോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. I have a message directly from the president, and I quote, "Based on the fact that there's a substantial chance of negotiations that may or may not take place with Iran in the near future, I will make my decision whether or not to go within the next 2 weeks." That's a quote directly from the president for all of you today. എന്നാൽ ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കി. ועל מה הוא נשען? על מה כל ציר הרשע הזה? על מה כל האיום במזרח התיכון? איראן. ואם אנחנו, איך אומרים את זה באנגלית? cut them down to size. അതിനിടെ ഇറാനുമായി യൂറോപ്യൻ യൂണിയന്റെ സുപ്രധാന സമവായ യോഗവും ഇന്ന് നടക്കും. ചർച്ചയിൽ ഇറാന്റെ നിലപാടനുസരിച്ചായിരിക്കും തുടർ നീക്കങ്ങളിൽ US തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ തുടരുകയാണ് വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ധുവിലൂടെ അടുത്ത ഘട്ടം ഒഴിപ്പിക്കൽ തുർക്ക്മെനിസ്ഥാനിൽ നിന്നായിരിക്കും. 350-ലേറെ പേരുടെ അഭ്യർത്ഥന ലഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാഹചര്യം കൂടുതൽ രൂക്ഷമായാൽ ഇസ്രയേലിൽ നിന്ന് 36,000 ഇന്ത്യക്കാരെയെങ്കിലും ഒഴിപ്പിക്കേണ്ടി വരുമെന്നാണ് വിദേശ മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. ഇറാനിൽ നിന്ന് 10,000-ത്തിലധികം പേരെയും ഒഴിപ്പിക്കേണ്ടി വന്നേക്കും.